പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 5-ാം ദിവസം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവമായ കർത്താവ് വെളിപ്പെടുത്തിയ തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും നമ്മൾ അനുഗ്രഹീതരാകുമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുസരണം അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അനുസരിക്കാൻ സന്നദ്ധനാണെങ്കിൽ നീ ഐശ്വര്യം പ്രാപിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സകല പ്രവൃത്തികളിലും നമ്മൾ അനുഗ്രഹീതരായിരിക്കും. നാം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രക്ഷാകര ചരിത്രത്തിലൂടെ നാം തിരിച്ചറിയുന്നു. ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അവിടുന്ന് നമ്മോട് അരുളി ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ എന്ന്. കർത്താവായ ഈശോയെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരായി മാറാം. വചനം കേൾക്കുക മാത്രം ചെയ്യാതെ വചനം അനുസരിക്കുന്നവർ കൂടിയാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നാം അനുഗ്രഹീതരായിരിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് വെളിപ്പെടുത്തിയ വചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ ഇടവരുത്തണമേ. അങ്ങയുടെ വചനം അനുസരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുവാനും തീക്ഷ്ണതയോടുകൂടി അങ്ങയുടെ വചനത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങ് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി തീരാൻ, അങ്ങയുടെ തിരുവചനം അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ, അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.